ഹായ് ഓൾ, വെൽക്കം ബാക്ക്. നമ്മളപ്പം ഡേറ്റാബേസ് എന്താണെന്ന് പഠിച്ചു. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്ക് ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. എന്താ പേരിൽ തന്നെ ഉണ്ട്. നമുക്ക് ഡേറ്റാബേസ് എന്താണെന്ന് അറിയാം. ഇനി ഇതിനെ പ്രോപ്പർലി എങ്ങനെ മാനേജ് ചെയ്യണം, ഇത് മാനേജ് ചെയ്യാനുള്ള ആ ഒരു സിസ്റ്റം ഇല്ലേ, അതിനെയാണ് ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ മാനേജ് ചെയ്യുക എന്ന് ഉദ്ദേശിച്ചാൽ നമുക്കുള്ള ഡേറ്റാബേസിനെ പ്രോപ്പർലി കൊണ്ടുപോകാമെന്ന് മാത്രമല്ല, ഫസ്റ്റ് എന്ത് വേണോടാ, നല്ലൊരു ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ക്രിയേറ്റ് ചെയ്യണം. ആദ്യം നല്ലത് ക്രിയേറ്റ് ചെയ്യണം, എന്നിട്ട് അതിൽ ഡേറ്റാസ് സ്റ്റോർ ചെയ്യണം. ഓക്കെ, സ്റ്റോർ ചെയ്യണം. ഈ സ്റ്റോർ ചെയ്ത ഡേറ്റാസിനെ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ ഓർഗനൈസ് ചെയ്തെടുക്കണം. ഓക്കെ അല്ലേ? ഇനി നമ്മളിവിടെ സെറ്റ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന ഡേറ്റാസിനെ നമ്മൾ എന്ത് ചെയ്യണം? റിട്രീവ് ചെയ്യണം. റിട്രീവ് ലാസ്റ്റ് സ്റ്റെപ്പ്. ഈ ഡേറ്റാസ് എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യണം. അപ്പം ഡേറ്റാസ് എന്ന് പറയുന്ന സാധനങ്ങൾ ആദ്യം, അല്ലെങ്കിൽ ഈ ഡേറ്റാബേസ് ആദ്യം ക്രിയേറ്റ് ചെയ്യണം, പിന്നെ അതിനകത്ത് പ്രോപ്പർലി സ്റ്റോർ ചെയ്യണം. സ്റ്റോർ ചെയ്യുന്നത് വെറുതെ സ്റ്റോർ ചെയ്താൽ പോലെ നല്ല സ്ട്രക്ചറായിട്ട്, നല്ല ഓർഗനൈസ്ഡ് ആയിട്ട് സ്റ്റോർ ചെയ്യണം. അതിൽ നിന്ന് നമ്മൾ ഡേറ്റാസ് ആവശ്യമുള്ളപ്പോൾ എടുക്കണം. അതിനെയാണ് റിട്രീവ് എന്ന് പറയുന്നത്. ലാസ്റ്റ് ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് എങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്ന ആ ഒരു സിസ്റ്റത്തിനെയാണ്, അല്ലെങ്കിൽ ആ ഒരു സോഫ്റ്റ്വെയറിനെയാണ് എന്ത് പറയുന്നത്? ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. നമുക്ക് സമ്മായിട്ടൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കാം, എന്നിട്ട് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് പോകാം. ഓക്കെ, ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഈസ് എ സോഫ്റ്റ്വെയർ ദാറ്റ് ആക്ട് ആസ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ യൂസേഴ്സ് ആൻഡ് ഡേറ്റാബേസ്. നമ്മളെ കമ്പനിയിൽ ഡേറ്റാബേസ് ഉണ്ട്, ഡേറ്റാബേസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിന് എന്ത് ചെയ്യണോടാ? നമ്മളെ യൂസേഴ്സ് ആയിട്ട് കണക്ട് ചെയ്യണം. അവിടുത്തെ എംപ്ലോയീസ് ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, ആരാണ് ഡേറ്റാബേസ് മാനേജ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡേറ്റാസ് എൻ്റർ ചെയ്യുന്നത്, അവരുമായിട്ട് കണക്ട് ചെയ്യണ്ടേ? അവിടെയാണ് എന്തിൻ്റെ ഇമ്പോർട്ടൻസ് ഉള്ളത്? DBMSന്റെ ഇമ്പോർട്ടൻസ് ഉള്ളത്. ഓക്കെ, ഹെൽപ്പിംഗ് ടു ക്രിയേറ്റ്, സ്റ്റോർ, ഓർഗനൈസ്, റിട്രീവ് ആൻഡ് പ്രൊട്ടക്ട് ഡേറ്റ ഇൻ എ സ്ട്രക്ചേർഡ് വേ. ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യമാണ്. ഇറ്റ് എൻഷ്യൂർസ് ഡേറ്റ ഈസ് സെൻട്രലി സ്റ്റോർഡ് വിത്തൗട്ട് ഡ്യൂപ്ലിക്കേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞു, ഇത് ഉറപ്പുവരുത്തണം. എന്താണ്? ഡേറ്റാസ് ഒരിടത്ത് സെൻട്രലി സ്റ്റോർഡ് ആയിരിക്കണം. എന്തിനു വേണ്ടിയിട്ട്? ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാവാൻ പാടില്ല, ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ മൾട്ടിപ്പിൾ യൂസേഴ്സിനെ അലോ ചെയ്യണം. എല്ലാവർക്കും ഇതിനകത്തേക്ക് കയറിയിട്ട് ഡേറ്റാസ് എടുക്കാൻ പറ്റണം. ആവശ്യമുള്ള ആളുകൾക്ക് എല്ലാവർക്കും കയറിയിട്ട് ഡേറ്റാബേസിൽ കയറിയിട്ട് ഡേറ്റ എടുക്കാൻ പറ്റണം. എല്ലാവരും ഒന്നും ഉദ്ദേശിക്കുന്നത് പുറത്തുള്ളവരും മറ്റുമല്ല, കമ്പനിയിൽ ആവശ്യക്കാർ. ഡേറ്റാസ് ആർക്കൊക്കെയാണ് ആവശ്യമുള്ളത്, ആർക്കൊക്കെയാണ് ഓതറൈസേഷൻ ഉള്ളത്, അവർക്ക് കയറി ഡേറ്റ എടുക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ആൻഡ് ആപ്ലിക്കേഷൻ ടു ആക്സസ് ദ സെയിം ഡേറ്റ സേഫ്ലി. അത് ഞാൻ പറഞ്ഞുതരാം. മെയിൻറ്റെയിൻസ് ആക്യുറസി ത്രൂ റൂൾസ് ആൻഡ് കൺട്രോൾസ്. അവിടെ എന്ത് വേണം? അക്യുറസി ഉണ്ടാവണം. അക്യുറസിക്ക് റൂൾസും കൺട്രോൾസ് കാര്യങ്ങളില്ല. എടാ, നിങ്ങൾ ആലോചിച്ച്, വഴിയെ പോകുന്നവർക്ക് എല്ലാം കയറി എടുക്കാൻ പറ്റുമെങ്കിൽ അവിടെ വലിയ കാര്യമുണ്ടോ? ഇല്ല. അവിടെ പ്രോപ്പർ റൂൾസ് വേണം, ഓതറൈസേഷൻസ് വേണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. ആൻഡ് പ്രൊവൈഡ് ഫീച്ചേഴ്സ് ലൈക്ക് ക്വറിയിങ്, അപ്ഡേറ്റിംഗ്, ബാക്കപ്പ്, റിക്കവറി. ക്വറിയിങ്ങും മറ്റുമൊക്കെ നമ്മൾ പഠിക്കും. അപ്പം DBMSന്റെ ഒരു ഷോർട്ട് ഐഡിയ കിട്ടിയില്ല. DBMS എന്താണ്? നമ്മൾ ഡേറ്റാസിനെ സ്റ്റോർ ചെയ്യാൻ, അല്ലെങ്കിൽ ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്ത് നമ്മളെ ഡേറ്റാസിനെ നല്ല ഓർഗനൈസ്ഡ് ആയിട്ട് സ്റ്റോർ ചെയ്ത് ഡേറ്റാസ് ആവശ്യമുള്ളപ്പോൾ നമ്മൾ റിട്രീവ് ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കുന്ന ആ ഒരു സിസ്റ്റത്തിനെയാണ് DBMS എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിന് 4 ഫംഗ്ഷൻസ് ഉണ്ട്. ഈ 4 ഫംഗ്ഷൻസ് വഴിയാണ് ഈ DBMS പ്രോപ്പർലി എന്ത് ചെയ്യുന്നത്? വർക്ക് ചെയ്യുന്നത്. നമുക്ക് 1 by 1 ആയിട്ട് നോക്കി പോവാം. ഫസ്റ്റ് എന്താ? ഡേറ്റാബേസ് ഡെവലപ്മെന്റ്. പേരിൽ തന്നെ ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്? ഡേറ്റാബേസ് ഉണ്ടാക്കാൻ പോവാണ്, അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് പോവാണ്. ഓക്കെ, ഡേറ്റാബേസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ ആണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ആർക്കാണ് ഇവിടെ റോള്? ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ ആണ്. പുള്ളി എന്ത് ചെയ്യും? ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റത്തോടൊപ്പം ഡേറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് ഉണ്ട്. ഡെഫിനിഷൻ ലാംഗ്വേജ് ഇതാ, നമ്മൾ പ്രോഗ്രാം ഒക്കെ ചെയ്തിട്ടായിരിക്കും ഈ സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്നത്. സോ ഡേറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് വെച്ചിട്ട്, ഓക്കെ, പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് മറ്റുമൊക്കെ വെച്ചിട്ട് നല്ലൊരു ഡേറ്റാബേസ് ആദ്യം ഉണ്ടാക്കും. ഓക്കെ, ടു ഡിസൈൻ ദ സ്ട്രക്ചർ ഓഫ് ദി ഡേറ്റാബേസ്. ഫസ്റ്റ് എന്ത് ചെയ്യും? ഡിസൈൻ ചെയ്യും. പിന്നെ ഡിഫൈനിങ് ഫീൽഡ്. ഞാൻ പറഞ്ഞു, ഡേറ്റാബേസ് ഉണ്ടാക്കണേ ആദ്യം എന്ത് വേണം? ഫീൽഡ് വേണം. ഫീൽഡിൽ നിന്നും റെക്കോർഡ്സിലേക്ക് എത്തിക്കണം, അതിൽ നിന്നും ടേബിൾസിലേക്ക് എത്തിക്കണം. പിന്നെ അത് റിലേറ്റ് ചെയ്ത് റിലേഷണൽ എൻറ്റിറ്റി നമ്മൾ പഠിച്ചു. റിലേഷണൽ എൻറ്റിറ്റി റിലേഷൻഷിപ്പ് മോഡൽ വെച്ച് കണക്ട് ചെയ്യണം, റിലേഷൻസ് ഉണ്ടാക്കണം. അങ്ങനെയാണ് ഡേറ്റാബേസ് ബിൽഡ് ചെയ്യുന്നത്. അപ്പം ഇവിടെ ആലോചിച്ച് വെക്കേണ്ട ഈ ലാംഗ്വേജ്, ഡേറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടാണ് ഡേറ്റാബേസ് ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ടേംസ് കൂടി ഇതിൽ പഠിക്കാനുണ്ട്. സ്കീമ എന്താണ്? ഈ ഒരു എൻ്റയർ ഡേറ്റാബേസിന്റെ ബ്ലൂ പ്രിന്റ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്ലാൻ, അതിൻ്റെ ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്കീമ എന്ന് പറയുന്നത്. അതോടൊപ്പം സബ് സ്കീമ എന്ന് പറയും. സബ് സ്കീമ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് കാണുക, അല്ലെങ്കിൽ ആർക്കൊക്കെയാണോ ഈ ഒരു ഏരിയാസിലേക്ക്, ആപ്ലിക്കേഷൻസിലേക്ക്, അല്ലെങ്കിൽ ഈ ഒരു യൂസേഴ്സിൽ ആർക്കൊക്കെയാണോ ആക്സസ് ഉള്ളത് അതിലേക്ക് മാത്രം ആക്സസ് കൊടുക്കുക. ഡേറ്റാസ് എന്ത് ചെയ്യുക? പ്രൊട്ടക്ട് ചെയ്യുക. സെൻസിറ്റീവ് ഡേറ്റാസ് ഒക്കെ പ്രൊട്ടക്ട് ചെയ്ത് വെക്കുക. സബ് സ്കീമ എന്ന് പറയും. വ്യൂ എന്ന് ഷോർട്ടിൽ പറയും. സബ് സ്കീമ എന്ന് പറഞ്ഞാൽ സ്കീമയുടെ ഒരു ചെറിയ വേർഷൻ. അവിടെ എല്ലാവർക്കും ഒന്നും ആക്സസ് ഇല്ല.
അവിടെ എന്താണ് ആവശ്യക്കാർക്ക് മാത്രം ആക്സസ് കൊടുക്കുന്നതിനെയാണ് സബ് സ്കീമ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി റെക്കോർഡ് സ്ട്രക്ചർ എന്താണ്? ഓരോന്നിലും പ്രോപ്പർലി ഫീൽഡ് നെയിം, സൈസ്, എന്ത് ഡേറ്റ ടൈപ്പാണ്, ടെക്സ്റ്റ് ആണോ, ഡേറ്റ് ആണോ, നമ്പർ ആണോ, അതിനെ ഒന്ന് നല്ല രീതിയിൽ ഫോർമാറ്റ് ചെയ്തെടുക്കുക. അതിനെയാണ് റെക്കോർഡ് സ്ട്രക്ചർ. നമ്മളൊരു നല്ലൊരു സ്ട്രക്ചർ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു രീതിക്ക് ഡേറ്റാബേസ് ഉണ്ടാക്കുന്നത്, ഡെവലപ്പ് ചെയ്യുന്നതിനാണ് ഡേറ്റാബേസ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഏതാണ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്? ഡേറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഇനിയിപ്പോൾ ഇൻപുട്ട് ഫോർമാറ്റ് ആൻഡ് ഇൻപുട്ട് മാസ്ക് ഒന്നുമില്ലടാ. നമ്മൾ പ്രോപ്പർലി എന്ത് ചെയ്യണം? എന്നാണോ ഡേറ്റാസ് ഇൻപുട്ട് ചെയ്യുന്നത് ഡേറ്റാബേസിലേക്ക്, അത് പ്രോപ്പർ നല്ല സ്ട്രക്ചർ ആയിരിക്കണം, ആക്യുറേറ്റ് ഡേറ്റ എൻട്രി ആയിരിക്കണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഡേറ്റ്, ഫോൺ നമ്പർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രോപ്പർലി നോട്ട് ചെയ്യണം. ആരാണ് ഡേറ്റ എൻട്രി ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യണം. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ക്ലിയർ അല്ലേ? ആഫ്റ്റർ ഡിഫൈനിങ് ദ സ്ട്രക്ചർ റെക്കോർഡ്സ് ക്യാൻ ബി ക്രിയേറ്റഡ് ആൻഡ് യൂസ്ഡ്. നമ്മൾ എന്ത് ചെയ്യും? സ്ട്രക്ചർ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ റെക്കോർഡ്സ് എടുത്തിട്ട് യൂസ് ചെയ്യാനും മറ്റുമൊക്കെ പറ്റുള്ളൂ. അപ്പം ഡേറ്റാബേസ് എങ്ങനെ ഡെവലപ്പ് ചെയ്യണമെന്ന് നമ്മൾ നോക്കി. ഇനി നമുക്ക് അതിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. അടുത്ത എന്താ? ഡേറ്റാബേസ് മെയിൻ്റനൻസ്. നമ്മൾ ഡേറ്റാബേസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ കുറേ കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് പ്രോപ്പർലി വർക്ക് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ്? നമ്മൾ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം? മെയിൻറ്റെയിൻ ചെയ്തു പോകണം. മെയിൻ്റനൻസ് എന്ന് പറഞ്ഞ കാര്യങ്ങളില്ല എങ്കിൽ പ്രോപ്പർലി വർക്ക് ചെയ്യുന്നില്ല. ഇവിടെ ഡേറ്റാസ് വന്നങ്ങ് നിറഞ്ഞു, സ്റ്റോറേജ് ഫുള്ളായി. നമ്മൾ എന്ത് ചെയ്യണം? വേണ്ടാത്ത സാധനങ്ങൾ ഡിലീറ്റ് ചെയ്യണം. നമുക്ക് ഇനിയിപ്പോൾ വേണ്ട ഡേറ്റ അവിടെ ഇല്ല എങ്കിൽ അത് ഇൻസേർട്ട് ചെയ്യണം. അല്ലെങ്കിൽ ഉള്ള ഡേറ്റയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ ഇതേപോലത്തെ ചേഞ്ചസ് വരത്തില്ലേ? മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയില്ലേ ഡേറ്റാബേസിനെ? അതിനെയാണ് ഡേറ്റാബേസ് മെയിൻ്റനൻസ് പറയുന്നത്. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് ഡേറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ്. ഡേറ്റാബേസ് മെയിൻ്റനൻസ് സിമ്പിളായിട്ട് DM, ഡേറ്റ മാനിപ്പുലേഷൻ. മറ്റേടത്തുണ്ടായിരുന്നു ഡേറ്റ ഡെവലപ്മെൻറ്റ്, DL. ആ രീതിയിലേക്ക് കണക്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, ഞാൻ പറഞ്ഞതുപോലെ 3 കമാൻഡ്സ് ആണ് നമ്മളുടെ മെയിൻലി യൂസ് ചെയ്യുന്നത്. ഇൻസേർട്ട്, എന്തെങ്കിലും പുതിയ റെക്കോർഡ്സ് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ഇൻസേർട്ട് കൊടുക്കും. അപ്ഡേറ്റ്, ഓൾറെഡി ഉള്ളത് അപ്ഡേറ്റ് ചെയ്യാൻ, ഓൾറെഡി ഉള്ള ഡേറ്റാസ് അപ്ഡേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ റെക്കോർഡ്സ് അപ്ഡേറ്റ് ചെയ്യാനായിട്ട്. ഇനി ഡിലീറ്റ്, വേണ്ടാത്ത ഡേറ്റാസ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ റെക്കോർഡ്സ് ഉണ്ടായിരിക്കും, ആവശ്യം കഴിഞ്ഞു, ഇനി നമുക്കത് ഫ്യൂച്ചറിലേക്ക് ഒരു ആവശ്യമില്ല, അങ്ങനെയുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്യണോടാ? ഡിലീറ്റ് ചെയ്ത് കളയണം. ആവശ്യമില്ലാത്ത വെച്ചേക്കണ്ട, ഓവർ സ്റ്റോർഡ് ആവും. മനസ്സിലായില്ല? നമ്മുടെ സ്റ്റോറേജ് കാര്യങ്ങൾ വെറുതെ പോകും. സോ ഡിലീറ്റ് ചെയ്യുക. അപ്പോൾ ഇതേപോലെ അപ്ഡേഷൻസ് വരുത്തുന്നതാണ് എന്തിൽ പഠിക്കുന്നത്? ഡേറ്റാബേസ് മെയിൻ്റനൻസിലുള്ളത്. ദീസ് ആക്ഷൻസ് ആർ യൂഷ്വലി പെർഫോം ത്രൂ ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് പ്രോഗ്രാം. സോ യൂസേഴ്സ് ഡോണ്ട് നീഡ് ടു നോ DML കമാൻഡ്സ് ഡയറക്ട്ലി. എടാ, നമ്മൾ അവിടെ ചെന്നിട്ട് ഇപ്പോൾ ഒരു ആപ്പിലേക്ക് കയറുവാണ്. അതിൻ്റെ അഡ്മിൻ ആക്സസ് നമുക്കുണ്ട്, അതിൻ്റെ ബാക്ക് എൻഡിൽ അഡ്മിൻ ആക്സസ് ഉണ്ട്. നമുക്ക് അവിടെ കയറുമ്പോൾ ഉണ്ടായിരിക്കും ആഡ്. ഇപ്പോൾ ജസ്റ്റ് ആസ്ട്രയ്ക്ക് നമുക്കൊരു അഡ്മിൻ ആപ്പ് ഉണ്ട്. അപ്പോൾ അതിലേക്ക് ആഡ് ക്ലാസ്സസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടായിരിക്കും. ഇത് നമ്മൾ എന്ത് ചെയ്യും? ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് കമാൻഡ് അല്ലെങ്കിൽ ലാംഗ്വേജ് ബാക്ക് എൻഡിലൂടെ എന്ത് ചെയ്യും? ഇൻസേർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അതിലേക്ക് കൊടുക്കും. നമ്മളൊന്നും ചെയ്യുന്നില്ല, നമ്മളവിടെ കമാൻഡോ പ്രോഗ്രാമിങ്ങോ ഒന്നും ചെയ്യുന്നില്ല, ഇതിൽ ക്ലിക്ക് ചെയ്യുന്നേ ഉള്ളൂ. അവിടെ ഡെവലപ്പേഴ്സ് എന്ത് ചെയ്തൊക്കെയാണ്? ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. അതേപോലെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞുണ്ടായിരിക്കും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ അപ്ഡേറ്റ് കമാൻഡ് പോകും അവിടെ. ഇനിയിപ്പോൾ ഡിലീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഡിലീറ്റ് ഓപ്ഷൻ ഉണ്ടായിരിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കമാൻഡ് പോകും, അത് ഡിലീറ്റ് ചെയ്യാനുള്ള രീതിയിലാണെന്ന് അത് അവിടെ ഓട്ടോമാറ്റിക്കലി സെറ്റ് ചെയ്ത് വെച്ചേക്കുക. സോ യൂസേഴ്സ് ആയിട്ടുള്ള നമുക്ക് എന്തറിയണമെന്നില്ല, അതിൻ്റെ ലാംഗ്വേജ്, പ്രോഗ്രാം ലാംഗ്വേജ് അറിയണമെന്ന് നിർബന്ധമില്ല. മനസ്സിലായില്ലേ? അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഓട്ടോമാറ്റിക്കലി സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫ്രീ ആയിട്ട് കയറിയിട്ട് ജസ്റ്റ് ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യുക, കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അപ്പോൾ നമ്മൾ ഡേറ്റാബേസ് ഡെവലപ്പ് ചെയ്തു, ഡേറ്റാബേസ് മെയിൻറ്റെയിൻ ചെയ്തു. ഇനി എന്താ? ഡേറ്റാബേസ് ഇൻട്രോഗേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്? റിട്രീവ് ചെയ്യാൻ വേണ്ടി പോവാണ്. യൂസേഴ്സിന് ആവശ്യമുള്ളപ്പോൾ ഡേറ്റാസ് എടുക്കാൻ പറ്റണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡേറ്റാബേസ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ റിട്രീവ് ചെയ്യാൻ വേണ്ടി പോവാണ്. റിട്രീവ് ചെയ്യുന്നത് നമ്മൾ ആലോചിക്കും ജസ്റ്റ് കയറിയിട്ട് എടുത്താൽ പോരെയെന്ന്. നിങ്ങൾ വലിയ MNCയെ കുറിച്ച് ആലോചിക്കുക. അവിടെ കോടിക്കണക്കിന് ഡേറ്റാസും ടേബിൾസും ഉള്ളത് നമുക്ക് എങ്ങനെ എടുക്കാൻ പറ്റും? അപ്പോൾ അവിടെ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ആണ്, അവിടെ യൂസ് ചെയ്യുന്ന ക്വറി ലാംഗ്വേജിന് പറയുന്നതാണ് SQL അല്ലെങ്കിൽ സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ്. ഓക്കെ, ഇതൊരു സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് ആണ്. റിലേഷണൽ ഡേറ്റാബേസിൽ കോമൺലി ഒരുപാട് ഡേറ്റാസ് ഉള്ള സ്ഥലത്ത് കോമൺലി യൂസ് ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ് ലാംഗ്വേജ് ആണ് SQL എന്നുള്ളത്. നമുക്ക് സ്കില്ല് ഡെവലപ്മെൻറ്റ് ഭാഗമായിട്ടൊക്കെ SQL പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. ഓക്കെ, ടെക്നോളജി. ഇത് ആരാണ് റെക്കഗ്നൈസ് ചെയ്തേക്കുന്നത്? അമേരിക്കൻ നാഷണൽ സ്റ്റാൻഡേർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന്. ഒന്നുമില്ല, നമുക്ക് ഡേറ്റാസ് പ്രോപ്പർലി എടുക്കുന്നത്, ഡേറ്റാസ് നമുക്ക് റിട്രീവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ആണ്, ഒരു ക്വറി ലാംഗ്വേജ് ആണ് എന്ത്? SQL എന്ന് പറയുന്നത്. SQL നമുക്ക് ഹെൽപ്പ് ചെയ്യും. എന്താണ്? സിമ്പിളായിട്ട് നമുക്ക് വേണ്ട ഡേറ്റാസ് കാര്യങ്ങൾ അതിനകത്ത് പ്രോപ്പർലി കൊടുത്തു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? നമ്മളെ ഡേറ്റാബേസിൽ പോയിട്ട് സെർച്ച് ചെയ്യും. ഇത് എവിടെയാണ് സ്റ്റോർ ചെയ്തേക്കുന്നത് എവിടെയാണ്? അവിടുന്ന് എന്ത് ചെയ്യും? നമുക്ക് എടുത്തു തരും. നമുക്ക് സിമ്പിളായിട്ട് ഡേറ്റാസ് എടുത്തു തരാൻ വേണ്ടി അല്ലെങ്കിൽ ഡേറ്റാസ് സ്റ്റോർ ചെയ്തേക്കുന്നിടത്ത് റിട്രീവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ക്വറി ലാംഗ്വേജ് ആണ് എന്ത്? സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് അല്ലെങ്കിൽ SQL എന്ന് പറയും. ക്ലിയർ അല്ലേ?
SQLിന്റെ പർപ്പസസ് അല്ലെങ്കിൽ 3 കാര്യങ്ങളാണ് SQL ചെയ്യുന്നത്. ഒന്ന് ക്വറി ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. നമ്മൾ യൂസ് ചെയ്യുന്നേക്കുന്നത് ഇതിപ്പോൾ നമ്മളൊരു യൂസർ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് സെർച്ച് ചെയ്യാം. അതേപോലെ ഞാൻ പറഞ്ഞതുപോലെ ഡേറ്റാബേസിൽ നിന്ന് പ്രോപ്പർലി ഡേറ്റാസ് റിട്രീവ് ചെയ്യാനായിട്ട് പറ്റും. യൂസേഴ്സിന് എന്തേ പറ്റൂ, പ്രോപ്പർലി റിട്രീവ് ചെയ്യാനേ പറ്റൂ. ഇനിയിപ്പോൾ ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ ആണ്, പുള്ളിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അവിടുത്തെ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യാം അല്ലെങ്കിൽ മാറ്റാം. ഇപ്പം കുറെ ഫീൽഡ് കാര്യങ്ങൾ ചേഞ്ച് ചെയ്യണം, സ്ട്രക്ചേഴ്സ് മാറ്റണമെങ്കിൽ ആർക്കേ പറ്റൂ, യൂസേഴ്സിന് പറ്റില്ല, ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേറ്ററിനെ പറ്റും. ഓക്കെ, അപ്പം ക്വറി ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് സ്ട്രക്ചർ ചെയ്യാനായിട്ട് പറ്റും. ഇനി ഡേറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ് ആരാ യൂസ് ചെയ്യുന്നത്, ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് പ്രോഗ്രാംസ്, അതായത് പ്രോഗ്രാമേഴ്സും മറ്റുമൊക്കെയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്, അപ്ഡേറ്റ് ചെയ്യാൻ, നമ്മൾ പറഞ്ഞു മെയിൻ്റനൻസ് നടത്താൻ, മെയിൻ്റനൻസിന് വേണ്ടിയിട്ടാണ് ഇവരിത് യൂസ് ചെയ്യുന്നത്. എന്താ, ഇൻസേർട്ട് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് എന്തിൽ വരുന്നത്, SQLസിന്റെ പർപ്പസിനകത്ത് വരുന്നത്. ഓക്കെ അല്ലേ. മോസ്റ്റ് ആപ്ലിക്കേഷൻ യൂസ് എ ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് ദാറ്റ് ജനറേറ്റ് SQL കമാൻഡ്സ് ഓട്ടോമാറ്റിക്കലി. നിങ്ങളിപ്പോൾ ആലോചിക്കും നിങ്ങൾക്ക് SQL അറിയാവോന്നും. ഇല്ല, നമുക്ക് എന്തുണ്ടായിരിക്കും, നമ്മൾ ആ ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ അഡ്മിൻ പാനലിൽ കയറുമ്പം ഒരു സെർച്ച് കോൾ ഉണ്ടായിരിക്കും. നമുക്ക് ഏത് ഡേറ്റ ആണ് വേണ്ടതെന്ന് ജസ്റ്റ് ഇവിടെ സെർച്ച് ചെയ്ത് കൊടുക്കുക, സെർച്ചിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ അവരെന്ത് ചെയ്യും, അത് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഡേറ്റാസും നമുക്ക് തരത്തില്ലേ. നമ്മൾ യൂട്യൂബിൽ കയറിയിട്ട് എന്തെങ്കിലും സെർച്ച് ചെയ്തില്ലേ, അപ്പം ഇത് എങ്ങോട്ടേക്കാണ് പോകുന്നത്, യൂട്യൂബിന്റെ ഡേറ്റാബേസിലേക്കാണ് പോകുന്നത്. നമുക്ക് SQL അറിയാവുന്നതുകൊണ്ടാണോ. യൂട്യൂബിന്റെ ഡേറ്റാബേസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ എത്രത്തോളം വീഡിയോസ് ഉണ്ടായിരിക്കും, അതിൽ നിന്ന് നമുക്ക് വേണ്ടത് മാത്രം എടുത്തു തരും. അതേപോലെ സിമ്പിളായിട്ട് ആലോചിക്കുക, അതേപോലെ നമുക്ക് SQL അറിയണമെന്ന് നിർബന്ധമില്ല. SQL യൂസ് ചെയ്ത് ബാക്ക് എൻഡിൽ നടക്കുന്ന കാര്യമാണ് SQL എന്നുള്ളത്. SQL യൂസ് ചെയ്ത് പ്രോപ്പർ ഡേറ്റ നമുക്ക് സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും. ക്ലിയർ അല്ലേ, സെറ്റ് അല്ലേ, ഓക്കെ അല്ലേ. നമുക്ക് ഇതിന്റെ ലാസ്റ്റ് പോയിന്റ് കൂടെ ഉണ്ട് DBMSലെ, ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ്. എടാ, നമുക്ക് ഞാൻ ഈ പറഞ്ഞു ഡേറ്റാസ് കാര്യങ്ങളൊക്കെ പോയിട്ട് സെർച്ച് ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ കാര്യങ്ങൾ നോക്കാനാണെങ്കിലും ഡേറ്റാബേസിൽ ഡയറക്റ്റ്ലി നമുക്ക് കയറാൻ പറ്റുമോ, പറ്റില്ല. അപ്പം യൂസേഴ്സിനെ കണക്ട് ചെയ്യാനായിട്ട് എന്തുണ്ടാവണം, അവിടെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടായിരിക്കണം. ഓക്കെ, ആപ്ലിക്കേഷൻ ഉണ്ടായിരിക്കണം. ഇതാണ് ഇവർ തമ്മിലുള്ള കണക്ഷൻ. നമ്മൾ ഡേറ്റാബേസിലേക്ക് യൂസേഴ്സിന് ഡയറക്റ്റ്ലി ആക്സസ് ഉണ്ടാവില്ല. യൂസേഴ്സ് എന്ത് ചെയ്യും, ആപ്ലിക്കേഷൻ ത്രൂ ഡേറ്റാബേസിലേക്ക് കയറുമായിരിക്കും ചെയ്യുന്നത്. നമ്മളിപ്പം യൂട്യൂബിൽ കയറിയിട്ട് സെർച്ച് ചെയ്യുന്നു, അല്ലാതെ നമ്മൾ ഡയറക്റ്റ്ലി യൂട്യൂബിന്റെ ഡേറ്റാബേസിൽ പോയിട്ട് എടുക്കുവാണോ, അല്ല. അവിടെ എന്തുണ്ട്, ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അതിനെയാണ് ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ, നമുക്ക് വായിച്ചു നോക്കാം. DBMS help programmers create application that use the database easily. ഡേറ്റാബേസ് ഈസിലി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോഗ്രാമേഴ്സ് എന്ത് ചെയ്യും, അതിനൊരു നല്ല ആപ്ലിക്കേഷൻസ് ഫസ്റ്റ് സെറ്റ് ചെയ്ത് വെക്കും. ഓക്കെ അല്ലേ. ഞാൻ ഇപ്പോൾ പറഞ്ഞ സിമ്പിൾ എക്സാമ്പിൾ യൂട്യൂബ് ആലോചിക്കുക. നമ്മൾ യൂട്യൂബിന്റെ ഡേറ്റാബേസിൽ പോയിട്ട് നമുക്ക് വേണ്ടത് തപ്പിപ്പറക്കി എടുക്കുകയല്ല, നമ്മൾ യൂട്യൂബിൽ കയറിയിട്ട് സെർച്ച് ചെയ്ത് കൊടുക്കും. യൂട്യൂബ് എന്ത് ചെയ്യും, അവരുടെ ഡേറ്റാബേസിൽ പോകും, അവിടുത്തെ സാധനം യൂട്യൂബിൽ കൊണ്ടുവരും. യൂട്യൂബ് ത്രൂ ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ യൂട്യൂബ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഇല്ലേ, അത് ആര് സെറ്റ് ചെയ്തതാണ്, പ്രോഗ്രാമേഴ്സ് അല്ലെങ്കിൽ പ്രോഗ്രാം ഡെവലപ്പേഴ്സ് സെറ്റ് ചെയ്ത് വെക്കുന്നതാണ്. While writing the program, the programmer can use only the data name. എന്താണ്, നമുക്ക് ജസ്റ്റ് എന്താ വേണ്ടത്, എംപ്ലോയി ID കൊടുത്താൽ മതി. നമ്മൾ കമ്പനിയിലേക്ക് പോവാം, എംപ്ലോയി ID കൊടുത്താൽ മതി. നമുക്ക് എന്ത് ചെയ്യും, ആ എംപ്ലോയി ID വെച്ചിട്ടുള്ള ഡേറ്റാസ് ഫുള്ള് നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഡേറ്റാസ് ഫുള്ള് നമുക്ക് എന്ത് ചെയ്യും, ഡേറ്റാബേസിൽ നിന്നും ആ ഒരു ആപ്ലിക്കേഷൻ ത്രൂ നമുക്ക് കിട്ടും. DBMS ഫൈൻഡ് വേർ ദ ഡേറ്റ സ്റ്റോർഡ്, എവിടെയാണ് സ്റ്റോർ ചെയ്തേക്കുന്നതൊക്കെ അവർ പ്രോപ്പർലി കണ്ടുപിടിച്ചോളും. നമുക്ക് എന്താണ് ഈ ഒരു ഇൻഡിപെൻഡൻസ്, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആപ്ലിക്കേഷൻ ഇൻഡിപെൻഡൻസ്. ആപ്ലിക്കേഷൻസ് ത്രൂ ഡേറ്റാബേസിൽ നിന്നും ഡേറ്റാസ് എടുക്കുന്നതിനെയാണ് ആപ്ലിക്കേഷൻ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. സെറ്റ് അല്ലേ, ഓക്കെ അല്ലേ. നമുക്ക് 2 പോയിന്റ് കൂടെ ഉണ്ട്, അതുകൂടെ നമുക്ക് നോക്കിയിട്ട് നിർത്താം. ദ പ്രോഗ്രാം ഡസ് നോട്ട് കെയർ വേർ ദ ഡേറ്റ ഈസ് സ്റ്റോർഡ്, ഓൺലി ദ ഡേറ്റ മാറ്റേഴ്സ്. ഞാൻ പറഞ്ഞല്ലോ, നമുക്കറിയാവോ യൂട്യൂബിന്റെ ഡേറ്റാബേസിൽ ഇത് എവിടെയാ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നതെന്ന് നമുക്കറിയുമോ, നമുക്കറിയില്ല. നമുക്കത് അറിയേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് അവിടെ സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി. അത് എവിടെ സ്റ്റോർ ചെയ്ത് വെച്ചോട്ടെ, അത് നമ്മളെ അഫക്റ്റ് ചെയ്യുന്ന കാര്യമല്ല. നമുക്ക് അതിൻ്റെ ഔട്ടായിട്ട് എന്ത് ചെയ്യും, അത് പ്രോപ്പർലി എടുത്തു തരും. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. എന്താണ് ഇവിടെ ഇപ്പോൾ പറഞ്ഞേക്കാൻ, ജസ്റ്റ് നിങ്ങൾ ഈ ഒരു എക്സാമ്പിൾ വായിച്ച് നോക്കിയാൽ മതി. അവരെന്ത് ചെയ്യുവാണ്, ഫീൽഡ് നെയിം സാലറി എന്നുള്ള രീതിയിൽ ഒരു എംപ്ലോയിയുടെ സെർച്ച് ചെയ്ത് നോക്കുവാണ്. അത് എവിടെ സ്റ്റോർ ചെയ്ത് വെച്ചാണെങ്കിലും പ്രോപ്പർലി ആ ഡേറ്റാബേസ് അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ത്രൂ ഡേറ്റാബേസിലേക്ക് കയറിയിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഔട്ട് എടുത്ത് തരും. അപ്പോൾ ഡേറ്റാബേസ് എങ്ങനെ മാനേജ് ചെയ്യണം, DBMS എന്താണെന്ന് പഠിച്ചില്ലേ. ആദ്യം ഡേറ്റാബേസ് ഡെവലപ്പ് ചെയ്യണം, പിന്നെ അത് മെയിൻ്റനൻസ് ചെയ്യണം, പ്രോപ്പർലി നമുക്ക് റിട്രീവ് ചെയ്യാനായിട്ട് പറ്റണം. അതേപോലെ യൂസറും ഡേറ്റാബേസും കണക്ട് ചെയ്യാനായിട്ട് ഒരു ആപ്ലിക്കേഷൻ ഉണ്ടായിരിക്കണം. അപ്പം DBMSും കഴിഞ്ഞു. നമ്മൾ മൂന്നാമത്തെ യൂണിറ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ അല്ലേ, എന്നാൽ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഓൾ.